السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمم بالخير والسعادة. ബഹുമാനമുള്ള ഫത്തുഹുൽ മുഈൻ സബക്കിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, അഹ്ലുബൈത്ത് പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങൾ, ക്ലാസ് എത്തിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരിമാരെ, നോമ്പ് അത് സംബന്ധിയായ വിഷയങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. മാസപ്പിറവി മുതൽ നോമ്പിൻ്റെ ആദാബുകൾ, ഷുറൂത്തുകൾ, ഫുറൂദുകൾ അത് സംബന്ധിച്ചിട്ടൊക്കെയും നമ്മൾ മുഅ്തമദായ മസ്അല പ്രകാരമുള്ള വിശദീകരണങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ഇനി ഈ ബാബിൻ്റെ ഒരു അവസാനത്തിലേക്കുള്ള വരവാണ്. അത് ഫസ്ൽ ഇട്ടുകൊണ്ട് വിശദീകരിക്കപ്പെടുന്നത് സുന്നത്തു തതവ്വു അല്ല സൗമു തതവ്വു, സുന്നത്തായ നോമ്പുകൾ. ഫറദിനെ സംബന്ധിച്ചാണ്. നദറിനെ സംബന്ധിച്ച്, റമദാനിലെ നോമ്പിനെ സംബന്ധിച്ച് ഒക്കെ നമ്മൾ പറഞ്ഞു. ഖളാ ആയ നോമ്പ് ഉണ്ടെങ്കിൽ എന്ത്, ഇനി വീട്ടാതെ വൈകിച്ചാൽ എന്ത്, മുദ്ദ് കൊടുക്കേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടു. ഇനി സുന്നത്തായ നോമ്പുകൾ ഏതൊക്കെയാണ്? അതിൽ പ്രബലമായ ഹദീസുകളുടെ വീക്ഷണത്തിൽ ഷാഫിഈ മദ്ഹബ് പ്രകാരമുള്ള നോമ്പുകളുടെ വിശദീകരണമാണ് നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിലൂടെ തന്നെ നമ്മൾ ഈ എണ്ണി പറയുന്നതിൽ സാധാരണ നോക്കാറുള്ള ചില നോമ്പുകളുടെ പേരുകൾ ഇതിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ആ നോമ്പുകളൊന്നും ഇല്ലാത്തത് എന്ന അർത്ഥവുമില്ല. മുഅ്തമദായ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യസഹിതങ്ങളുള്ള നോമ്പ് ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഫതുഹുൽ മുഈനിൻ്റെ പ്രത്യേകതയും അതാണ്. മറ്റ് ഗ്രന്ഥങ്ങളിൽ മറ്റുള്ള സൗമിൻ്റെ പ്രത്യേകതകൾ വന്നിട്ടുണ്ട്. അത് നമുക്കെടുക്കാം. ഒരു സുന്നത്തും ഒഴിവാക്കേണ്ടതില്ല വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇതിൽ കാണാത്തത് ഇല്ലാത്തത് എന്ന് ഒറ്റവാക്കിൽ അർത്ഥം വെക്കേണ്ടതും ഇല്ല. ഫിഖ്ഹ് ഷാഫിയിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ അത്തരം നോമ്പുകളുടെ പ്രത്യേകതകൾ വിശദീകരിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തൽഖീനു സുബിയാൻ എന്ന ഗ്രന്ഥത്തിലുണ്ട്. അതുപോലെ തന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാറുണ്ട്. മറ്റ് പല ഗ്രന്ഥങ്ങളും ഫിഖ്ഹിയായിട്ട് പരിശോധന നടത്തിയപ്പോൾ അവിടങ്ങളിലൊക്കെ ചില നോമ്പുകൾ, റജബിൻ്റെയും അതുപോലെ തന്നെ ബറാഅത്തിൻ്റെ നോമ്പാണ് പ്രത്യേകമായിട്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം അവിടെ ഉണ്ട്. അത് ഈ പറഞ്ഞ നോമ്പിൻ്റെ എണ്ണത്തിൽ വന്നിട്ട് ഇല്ല. എന്ന പോലെ സുന്നത്തായ നോമ്പുകളുടെ പ്രത്യേകതയിൽ അറഫ നോമ്പിൻ്റെ പ്രത്യേകതയാണ് ഒന്ന്. അറഫ ദുൽഹജ്ജ് 9 അന്നുള്ള നോമ്പ്. അത് പ്രത്യേകിച്ച് ഉള്ള സുന്നത്ത് ഹാജിമാർ അല്ലാത്തവർക്കാണ്. ഹാജിമാർക്ക് അത് സുന്നത്തില്ല. എന്നാൽ നമുക്ക് 8-ൻ്റെ അന്നും 9-ൻ്റെ അന്നും നോക്കുന്നൊരു പ്രത്യേകത സുന്നത്ത് ഉണ്ട്. നോമ്പിൻ്റെ അന്ന് തൊട്ടാൽ തന്നെ അത് കിട്ടും. കാരണം ദിവസങ്ങൾ ഈ പ്രഖ്യാപനം കൊണ്ട് മാറുകയോ മറ്റോ ചെയ്താൽ നമ്മുടെ ഫضല്, നമ്മുടെ സുന്നത്ത് നഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ആശൂറാവും താസവും, മുഹറം 9, 10. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10-ൻ്റെ അന്ന് നോമ്പ് നോറ്റിട്ടുണ്ട്. ലൈൻ ബഖൈതുല ഖാബിലിൽ അസൂമന്ന താസ്യ, ഞാനിവിടെ ജീവിച്ചിരിക്കുന്നു എങ്കിൽ ഞാൻ അടുത്ത വർഷം നോക്കും എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9-ന് സുന്നത്തുണ്ട്. ഒന്ന് പ്രവർത്തിയാലും ഒന്ന് വാക്കാലും. അത് യഹൂദികളോടുള്ള മുഖാലഫയാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നീൽ നദിയിൽ നിന്ന് രക്ഷപ്പെട്ടതും ഫിർഔനെ മുക്കിക്കൊന്നതുമായ സംഭവം, അതിൽ മഹാനായ മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിജയം ആഹ്ലാദിക്കുന്നു അതിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അത് ആഹ്ലാദിച്ചുകൊണ്ടാണ് യഹൂദികൾ അത് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ അതിനെക്കാട്ടും ബന്ധപ്പെട്ടവരാണെന്ന നിലക്കാണ് അതിൻ്റെ മുമ്പത്തെ ദിവസവും കൂടി നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത്. പിന്നെ ഷവ്വാൽ എന്നുള്ള 6, അത് പെരുന്നാൾ, ചെറിയ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തുടങ്ങുന്ന 6, അതൊരു വർഷത്തെ നോമ്പിനോട് കിടപിടിക്കുന്നു എന്നാണ്. എന്നാൽ പിന്നെ ഈ നോമ്പോ, ആ നോമ്പിന് പിന്നെ എത്ര പ്രത്യേകതയില്ല. ഫർദിന് ഉണ്ട്. ആ ഫർദിന് ഒരു വർഷമല്ലല്ലോ, അതിന് 10, 10-ന് 100, 100-ന് 700 ഇങ്ങനെയൊക്കെയുള്ള ഇരട്ടി പ്രതിഫലങ്ങളുണ്ടല്ലോ. മറ്റു പ്രവാചകന്മാരുടെ ആയുസ്സൊക്കെ അത്ര ദീർഘമുണ്ടല്ലോ. അപ്പോൾ ആയുസിൻ്റെ പരിധിയിലേക്ക് നമുക്കെത്താൻ ഫർദിനെ നമുക്ക് പരിഗണിക്കപ്പെടും. അതുപോലെ ഈ നോമ്പ് അതിനോടനുബന്ധമായിട്ട് നോറ്റ് കഴിഞ്ഞാൽ ഒരു വർഷത്തെ നോമ്പിനുള്ള പ്രതിഫലത്തിക്കിടയിൽ നിൽക്കുന്നു എന്നാണ്. അതേ പടിയാണ് എന്നർത്ഥം നമ്മൾ വെക്കുമ്പോഴാണ് നമുക്ക് ആശയക്കുഴപ്പം വരുന്നത്. അതായത് സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതിയാൽ അത് ഖുർആൻ മുഴുവൻ ഓതിയതിൻ്റെ സ്ഥാനത്താണ് എന്ന് പറയും. അത്രക്കും പ്രാധാന്യത ഇതിനുണ്ട്, ഈ സൂറത്തുൽ ഇഖ്ലാസിനുണ്ട് എന്നാണ് പറയുന്നത്. എന്നല്ലാതെ ഖുർആൻ മുഴുവൻ ഓതി കഴിഞ്ഞതിൻ്റെ അതും സൂറത്തുൽ ഇഖ്ലാസ് 3 ഓതിയത് രണ്ടും കൂടി ഓരോരുത്തർ നിൽക്കുക എന്നുള്ളതല്ല. അപ്പോൾ നമുക്ക് ഹത്തോദാനൊക്കെ നിർച്ചാക്കി കഴിഞ്ഞാൽ 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കൊണ്ട് തീർക്കുക എന്നർത്ഥം അതിന് വെക്കാനും പാടില്ല. പിന്നെ അയ്യാമുൽ ബിയളാണ്, മാസത്തിലെ 13, 14, 15 ദിവസങ്ങൾ. അപ്പോൾ അത് ദുൽഹജ്ജിന് വരുമ്പോൾ നമുക്ക് പറ്റൂല. കാരണം അയ്യാമുത്ത് ശരീക്കിൻ്റെ ദിവസങ്ങളായിട്ട് വരും. അത് നോമ്പ് ഹറാമായ ദിവസമാണ്. അപ്പോൾ പിന്നെ അതിൽ പ്രശ്നമൊന്നുമില്ല, ഇളവുണ്ടല്ലോ. അപ്പോൾ 16-ൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കണക്കൂട്ടും. അങ്ങനെയാണ്. പിന്നെ അയ്യാമുൽ ബിദ്, അയ്യാമു സൂദ്, കറുത്തവാവ് ദിവസങ്ങൾ, അത്
28, 29, 30 ആ ദിവസങ്ങളാണ്. പിന്നെ യൗമുൽ ഇസ്നൈനി യൗമുൽ ഖമീസ്, അന്ന് പ്രവാചകന്റെ മേൽ സ്വലാത്ത് നേരിട്ട് വെളിവാക്കപ്പെടുകയാണ്, സ്വലാത്തും സലാമൊക്കെ. അപ്പോൾ ആ പ്രത്യേകത. യൗമുൽ ഇസ്നൈൻ ആണെങ്കിലോ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ്. അത് പ്രവാചകൻ തന്നെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെയാണ് നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകമായിട്ടുള്ളത്. മറ്റു റജബിൻ്റെ നോമ്പ് 27 ഇഹ്യാ ഉലൂമുദ്ദീനിലെ ഒന്നാമത്തെ ജുസിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. മലായിക്കത്തുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഹദീസൊക്കെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ സുന്നത്തിനെ വളരെ വ്യക്തമായിട്ട് ഷാഫിഈ മദ്ഹബിൻ്റെ മറ്റ് ഗ്രന്ഥങ്ങൾ തൽഖീനു സുബ്യാൻ, അതുപോലെ തന്നെ ജരീമിയൊക്കെ പോലുള്ള കിതാബിൽ എടുക്കുന്നുണ്ട്, യഹ്യാലൊക്കെ അത് പറയുന്നുണ്ട്. അപ്പോൾ ആ സുന്നത്ത് നമുക്ക് ഒഴിവാക്കേണ്ടതല്ല, അത് ഇവിടെ വിശദീകരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇവിടെ വിശദീകരിക്കപ്പെട്ടത് വളരെ പൂർണ്ണമാണ്. സഹീഹായ ഹദീസുകളുടെ പിൻബലത്തിലും അതിൻ്റെ യാഥാസ്ഥികതയും അതിൻ്റെ പ്രബലതയും ഉള്ളതാണ് എന്നുകൂടി മനസ്സിലാക്കാം. അപ്പോൾ അതിൽ അഭിപ്രായങ്ങൾ ചിലയിടത്തൊക്കെ ഉണ്ട്. അതായത് ആ നോമ്പ് 13 പിന്നെ 15 നോമ്പ് എന്ന് പറഞ്ഞാൽ അയ്യാമുൽ ബീദിൻ്റെ നോമ്പാണ് അവിടെ ഉള്ളൂ, മറ്റൊരു നോമ്പ് ഇല്ല എന്ന അഭിപ്രായം അവിടെ ഉണ്ട്. പിന്നെ ഷഅബാനിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ഇബാദത്ത് എടുത്തിരുന്നു, ഇനി നിർത്തൂല എന്ന് ഞങ്ങൾക്ക് തോന്നി എന്നൊരു അഭിപ്രായമുണ്ടല്ലോ. അപ്പോൾ ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷഅബാനിലൊരു നോമ്പ് നമുക്കെടുക്കാം. അത് ഒന്നിന് കഴിഞ്ഞിട്ടില്ല, രണ്ടിനും കഴിഞ്ഞില്ല. അപ്പോൾ 15 എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ പൂർത്തീകരണത്തിൽ നമുക്ക് ഉൾക്കൊള്ളാം. എന്നാൽ 15 ശേഷം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഉത്തമമായ രീതിയുമല്ല, അത് വിലക്കപ്പെട്ടതുമാണ്. ഷഅബാൻ 15 ശേഷം അതും കൂടി അതിൽ മനസ്സിലാക്കാൻ ഉണ്ട് നമുക്ക്. പിന്നെ പ്രത്യേകമായ ചില സാന്ദർഭിക ഘട്ടങ്ങൾ വരുമ്പോൾ, രോഗം കൊണ്ട് വലയുമ്പോൾ അതിന് സുന്നത്തായിട്ട് നമ്മൾ നോമ്പെടുക്കും. അല്ലെങ്കിൽ കുട്ടികൾ പരീക്ഷയോ മറ്റൊക്കെ വരുന്ന സമയത്ത് അതിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. കാരണം ഒരു നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഇഖ്ലാസിൽ ചെയ്യുമ്പോൾ വർഷങ്ങൾ ചെയ്ത ഒരു ഇബാദത്തിൻ്റെ പരിധിയിൽ അത് വരികയാണ്. കാരണം മറ്റുള്ള ഇബാദത്തുകളെ പോലെയല്ല നോമ്പിനെ സംബന്ധിച്ച് റസൂല് ഖുദ്സിയ ഹദീസിൽ പറഞ്ഞത് കുല്ലു അമൽ ഇബ്നു ആദമ ലഹു ഇല്ല സുബ്ഹാന ജിസ്ബി സൗമുലി വാന ജിസിബിഹി എന്നാണ്. അപ്പോൾ ആ പ്രാധാന്യങ്ങളൊക്കെ ഈ സുന്നത്തായ നോമ്പിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ സുന്നത്തുകളെ കൊണ്ടാണ് അബുദ് യഖറുബു ഇലല്ലാഹി ബി തനാവുഫിൽ, സുന്നത്തുകളെ കൊണ്ടാണ് അള്ളാഹ് അടുപ്പിലേക്ക് അടുക്കുക. മറ്റേത് അത് മർമ്മമാണ്, അത് ചെയ്യാതിരിക്കാൻ പറ്റൂല. അപ്പോൾ അത് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ നമ്മൾ ശരീരാരോഗ്യത്തിന് പോഷകാഹാരങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്ന പല പാല് കുടിക്കലുണ്ട്, അതിൽ തടി പിന്നെ വർണ്ണിക്കും എന്നുള്ള ശാസ്ത്രീയ വശമല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ പോലുള്ളതൊക്കെ നമ്മൾ കഴിക്കും. പക്ഷെ നമ്മുടെ ആ ഹയാത്ത് നിലനിൽക്കാൻ കുറച്ച് ചോറും കുറച്ച് ചക്കക്കൂട്ടാനും കിട്ടിയാലും മതി നമ്മൾ സാധാരണക്കാർ പറയില്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഇതിനാണ് കുറച്ച് പോഷക ഘടകം കിട്ടുക. അപ്പോൾ നമ്മുടെ ഇബാദത്തിൻ്റെ ആ പോഷകതയും ശക്തിയും ഒക്കെ കിട്ടുക ഈ സുന്നത്തുകളെ കൊണ്ടാണ് എന്നും കൂടി നമുക്കതിൽ കൂട്ടത്തിൽ മനസ്സിലാക്കാം. അപ്പം നമുക്ക് ഇബാറത്തിലൂടെ ഒന്നും കൂടി വരാം. ഫസ്ലുൻ ഫീ സൗമി തത്തവ്വു, തത്തവ്വു ആയ നോമ്പിൽ പറയുന്ന ഫസ്ലാണ്, അതായത് ഫറള് അല്ലാത്തത്, ഫറളാക്കപ്പെട്ടിട്ടുമില്ല അതിന്, അതിൽ പറയുന്ന ബാബാണ്. വലഹു ആ സോമു തത്തഉനുണ്ട് മിനൽ ഫളാഇലി വൽ മസൂബ, ശ്രേഷ്ഠതകൾ അതിൻ്റെ മസൂബ എന്ന് പറഞ്ഞാൽ അത്തിഫ് തഫ്സീറാണ്, രണ്ടിനും ഒരർത്ഥം തന്നെയാണ്. തെറ്റുകുറ്റങ്ങൾ, പോസ്റ്റും കാല് എന്നൊക്കെ പറയും പോലെ. മിനൽ ഫളാഇലി വൽ മസൂബ, പ്രതിഫലത്താലും ശ്രേഷ്ഠതകളാലും അതിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതായത് മാ ലാ യുഹ്സിഹി, അതിനെ കണക്കാക്കാൻ നമ്മെ കൊണ്ട് കഴിയില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു തആലക്ക് ഒഴികെ. ഒമിൻ സമ, അള്ളാഹ്ക്കേനെ കണക്കാക്കാൻ കഴിയുമെന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇലാഫത്തുഹു, ആ സോമിനെ ചേർത്തു ഇലല്ലാഹി തആല, അല്ലാഹു തആലയ്ക്ക്, ദൂന ഗൈരിഹി, മറ്റൊന്നിനോടും അത് ചേർത്തിട്ടില്ല, അള്ളാഹു അല്ലാത്തതിലേക്ക് അതിനെ ചേർത്തിട്ടില്ല. മിനൽ ഇബാദാത്തി, മറ്റേ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് നോമ്പിനെ മാത്രമാണ് ആ ചേർക്കലുണ്ടായത്. ഫഖാല, എന്നിട്ട് അള്ളാഹു പറഞ്ഞല്ലോ, കുല്ലു അമലു ബിനി ആദമ ലഹു, എല്ലാ അമലും ബനി ആദമിന് എല്ലാ അമലും അള്ളാഹുള്ളതാണ്, ഇല്ല സോ നോമ്പ് ഒഴികെ. ഫ ഇന്നഹു, നിശ്ചയമായിട്ടും ആ നോമ്പ് സ്ലി എനിക്കുള്ളമാൻ അജസിബി, ഞാൻ അതിനൊക്കെ പ്രതിഫലം നൽകുന്നത് എന്നുണ്ട്. വഫിസ് സഹൈഹൈനി, സഹൈഹൈനിൽ വന്നിട്ടുണ്ട്, ബുഖാരിയിൽ മുസ്ലിം, മൻ സാമ യൗമ ഫി സബീലില്ലാ, ഒരാൾ അള്ളാഹുവിൻ്റെ വഴിയിലായിട്ട് നോമ്പ് അനുഷ്ഠിച്ചു, അത് താഅത്തിലായിട്ട് ഇഖ്ലാസോട് കൂടെ, അതായത് റിയ ഒന്നുമില്ലാതെ, മറ്റുള്ളവർ കാണണം അല്ലെങ്കിൽ പറയണം അല്ലെങ്കിൽ എവിടെയും കൂടുമ്പോൾ ഒന്ന് അവതരിപ്പിക്കണം, ഇതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ നോമ്പ് അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ ബഅദല്ലാഹു വജൂഹു, അവൻ്റെ ദാത്തിനെ, ആരാണോ നോമ്പ് നോട്ടിയെങ്കിൽ അവൻ്റെ ദാത്തിനെ അള്ളാഹു വിദൂരത്താക്കുന്നതാണ്, അനിനാരി നരകത്തെ തൊട്ട്. മുസ്തബഈന ഖരീഫൻ, 70 വർഷത്തെ വഴിദൂരത്തേക്ക് അവനാക്കും എന്ന് വെച്ചാൽ അതൊരു മജാസിയായ പ്രയോഗമാണ്. ഖരീഫ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും തആദുലുള്ള, ചൂടും തണുപ്പും കൂടുതലില്ലാത്ത ഒരു സമയമാണത്. അപ്പോൾ അതുകൊണ്ടാണ് ആ അതിനടുത്ത് പറഞ്ഞത്, അതൊരു ഇസ്തിആറത്തായിട്ട് ഉപയോഗിച്ചതാണ്. യുസന്നു മുതഅക്കിദൻ, ശക്തിയായ സുന്നത്ത് ഏതൊക്കെയാണ്? മുതഅക്കിദൻ കണ്ടല്ലേ, സുന്നത്ത് ശക്തിയായതാണ് എണ്ണണമൊക്കെ.
അപ്പോൾ ഇതിൽ പെടാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സുന്നത്ത് തന്നെയാണ്, മുത്തഅക്കിദായിട്ടല്ല. ചില അഭിപ്രായങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ഗ്രന്ഥങ്ങളിലോ സ്ഥലങ്ങളിലോ കണ്ടതാണെങ്കിൽ നമുക്ക് എടുക്കാം എന്ന് മനസ്സിലാക്കാം. സോമു യോമു അറഫ, അറഫ ദിവസത്തിലെ നോമ്പ്, ഗൈരി ഹാജിൻ, ഹാജി അല്ലാത്തവർക്ക്. പിന്നെ രോഗിയോ മുസാഫിറോ ആണെങ്കിൽ ഓലൊക്കെ ഒഴിവാണ്, ഓലക്കൊന്നും സുന്നത്തില്ല. അപ്പോൾ ഹാജി അല്ലാത്തവരും ഹാജിക്ക് അത് സുന്നത്തില്ല, ഓന് സുന്നത്തില്ല. ഓന് പിന്നെ ഫിത്തറാണ് ഏറ്റവും സുന്നത്തുള്ളത്. അപ്പോൾ ശക്തിയുള്ളവനോ മറ്റോ ആണെങ്കിലോ അതൊന്നും അവിടെ നോട്ടല്ല, ഇല്ല വേണ്ട, ഇല്ല സുന്നത്തില്ലാത്തൊന്നും കൊണ്ടുവരേണ്ടതില്ല. അപ്പോൾ പിന്നെ ദുആൻ്റെ മേലിൽ ഒക്കെ ശക്തി കിട്ടാനാണ് അന്ന് നോമ്പ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അന്ന് പ്രത്യേകമായി ദുആ എടുക്കേണ്ടതാണ്. നാവടക്കാതെ ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ട ദിവസമാണ് അറഫ. കാരണം മഹ്ശറിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. അതുകൊണ്ടാണ് ഹാജിക്ക് അത് സുന്നത്തില്ല എന്ന് പറഞ്ഞത് എന്ന് ശറഹുകളൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി ഒരു ഫത്വ ഉണ്ട്, ആ നോമ്പ് സുന്നത്തുണ്ട് ഹാജിക്ക് എന്ന്. പക്ഷേ അറഫയെ അവന് എടുത്തിട്ടില്ല, ഇല്ല ലൈലൻ, രാത്രി എഴുക, അങ്ങനെ ഒരാൾക്ക് എടുക്കാമെന്നുണ്ട്. ഒമിൻ സമ്മ യുസൻ, ഇങ്ങനെയാണ് വലിയ യൊക്കവ്യ അലല്ലാഹി, അല്ല വലിയ യൊക്കവ്യ അല ദുആഇ, ദുആവിൻ്റെ മേലെ അവനക്ക് ശക്തി കിട്ടാൻ വേണ്ടിയിട്ട്. ഒമിൻ സമ്മ യുസന്നു സൗമുഹുൽ ഹാജിൻ ലം നഅമൽ അറഫ ഇല്ലാ ലൈലൻ, രാത്രിയിലാണ് ഓന അറഫയെ അമൽ ചെയ്തത്. വമ്പൽ മുസാഫിർ വൽ മരീദു ഫയുസന്നു ലഹുമ ഫിത്റുഹു, ഒരു കണ്ടാക്കും അത് മുറിക്കൽ പിന്നെ സുന്നത്താണ്. അപ്പോൾ ഈ രാത്രി അറഫയിൽ കൂടുക എന്ന് പറഞ്ഞത്, അതായത് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് നോമ്പ് പറ്റു, മഗ്‌രിബിയോട് കൂടെയാണ് ഓൻ അറഫയിലെത്തിയത്, എന്നിട്ടവൾ നോമ്പ് മുറിച്ചു. അപ്പോൾ ഓനോ നിൽക്കുന്നത് എപ്പോഴാണ്? പിന്നെ അറഫ മഗ്‌രിബിൻ്റെ ശേഷമുള്ള ടൈമിലായിട്ടാണ് ഓനവിടെ കിട്ടുക. അതൊക്കെ ഒരു പിന്നെ മസ്അലയിൽ ഉള്ള ഒരു പിന്നെ കണ്ടെത്തലുകളാണ്. പക്ഷെ അതൊന്നും പ്രായോഗികമാക്കി കൊണ്ടുവരാൻ കഴിയില്ല. അതിലും പിന്നെ ഏതുണ്ട് ഖിലാഫുകൾ മറ്റു സ്ഥലങ്ങളിലുണ്ട്. ഇതൊരു ഷറഹിലുള്ളതാണ്, അവിടെ ഖിലാഫുകൾ വന്നിട്ടുണ്ട്. കാരണം മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം പുറപ്പെടലല്ലേ സുന്നത്തുള്ളത്, അപ്പോൾ അറഫൻ്റെത് പോകൂലേ അസ്തമിച്ചാൽ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ആ നോമ്പൊന്നും കരുതിക്കാണ്ട് ഒരു അറഫ കളയാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സുന്നത്ത് വരുന്നു എന്ന് അഭിപ്രായം കാണാം. അത് ഷറഹിലുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ പ്രായോഗികമായിട്ട് ഇന്ന് ഹജ്ജിന് പോകുന്ന ആളുകളൊന്നും അത് എടുക്കരുത്, അത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ അഭിപ്രായത്തിൻ്റെ ബാക്കിൽ പോകാൻ പാടില്ല. കാരണം അറഫയാണ് നമ്മളെ ലക്ഷ്യം. നമുക്ക് ഹജ്ജ് അല്ലാത്ത സമയത്ത് അറഫയുടെ നോമ്പ് എടുക്കാം. അതൊക്കെ മക്കത്തൊക്കെ താമസിക്കുക അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കഴിയുമെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കാം, വലിയ പരിചയ സമ്പന്നരൊക്കെ ആണെങ്കിൽ. അത്രയേ ഉള്ളൂ. ഗൈരി ഹാജല് അന്നഹു, ആ അറഫ നോമ്പ് യുക്കഫിറു സനത്ത, ഒരു വർഷത്തെ ദോഷത്തെ അത് പുറത്തു കളയും. അല്ലത്തി ഹുവ, അല്ലത്തി എങ്ങനത്തെ ദിവസമാണ്, ഹുവ ആ സ്വായിമു ഫിഹ, ആ സനയിലുണ്ട്, ആ നോമ്പുകാരനുള്ള ആ ഒരു വർഷത്തെ നോമ്പും, വല്ലത്തി ബാധഹ, ആ അതിൻ്റെ ശേഷമുള്ള ഒരു വർഷത്തെയും പിന്നെ സ്ഥലത്തെ ദോഷങ്ങളെ പുറത്തു കളയും, പൊറുക്കപ്പെടുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്ത് ദോഷം അപ്പോൾ നമുക്കുള്ളത്? നമ്മളൊരു ദിവസം ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ എത്ര ഉണ്ട് നമ്മൾ കണക്ക് കൂട്ടാൻ കഴിയാത്തതാണ്. ഖുറാഹത്തുകൾ എത്ര വരുന്നുണ്ട്, സുന്നത്തിനെതിരായത് എത്ര വരുന്നുണ്ട്, ഫുറൂദുകൾ എത്ര ഒഴിവാക്കുന്നുണ്ട്, എത്ര ഗീബത്ത് നമീമത്തുകൾ പറയുന്നുണ്ട്. അതൊക്കെ കഴിച്ചു കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 10 കൊല്ലത്തെ ദോഷം ഒരു ദിവസം തന്നെ വരുന്നുണ്ടാവും, കണക്കുകൾ നോക്കുകയാണെങ്കിൽ. നമുക്കത് കണക്കൂട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് അതിൻ്റെ സീരിയസിലേക്ക് എത്താനാണ്. യഹ്സബുനോ ഹയ്യന ബഹു ഇന്ദല്ലാഹി അദീം, നമ്മളതെന്താക്കും വളരെ നോർമലായിട്ട് കാണും, അള്ളാഹ് എടുക്കുന്നത് വലുതാണെന്ന് പറഞ്ഞിട്ടില്ലേ, ആ പറഞ്ഞ പോലെയാണ്. കമാഫി ഖബരി മുസ്ലിം, മുസ്ലിം ഷരീഫിൽ ഹദീസിൽ വന്നിട്ടുണ്ട്. കമാഫി ഖബരി മുസ്ലിം വഹുവ താസി ദുൽഹജ്ജ, 9 വൽ അഹ്വത്തു സോമു സാമിനി, 8ൻ്റെ അന്നുകൂടി നോക്കൽ ഏറ്റവും സൂക്ഷ്മതയാണ്. അറഫ, അറഫയോട് കൂടെ 9ൻ്റെ അന്നും 8ൻ്റെ അന്നും നോക്കുക. അപ്പോൾ പിന്നെ ദിവസം ഒഴിവായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആ സംശയമൊക്കെ തീരും. അങ്ങനെ ഈ മുക്കഫിർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് പൊറുക്കപ്പെടും, ഒരാൾ പിന്നെ കട്ടാൽ അത് പൊറുക്കപ്പെടും, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്താൽ പൊറുക്കപ്പെടും, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരാളെ ഖത്ൽ ചെയ്താൽ പൊറുക്കപ്പെടും, ഇങ്ങനെയുള്ള വൻദോഷങ്ങളൊന്നും അതുകൊണ്ട് പൊറുക്കപ്പെടുകയില്ല. സഗായിറാണ് പൊറുക്കപ്പെടുക, ചെറു ദോഷങ്ങളാണ് പൊറുക്കപ്പെടുക. അല്ലത്തില്ലാത്ത ഹക്ക് ആദമിന്, മനുഷ്യൻ്റെ ഹക്കിനോട് ബന്ധപ്പെട്ടല്ല. ഒരാൾക്ക് 10 കോടി കൊടുക്കാണ്ട് എന്നിട്ട് അന്ന് നോമ്പ് നോറ്റാൽ 10 കോടി ഒന്നും ഒഴിവാകില്ല, അത് അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടതുണ്ട്, അവന് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇനി അവനെ ഗീബത്ത് പറഞ്ഞാലോ നമീമത്ത് പറഞ്ഞാലോ അതൊന്നും പൊറുക്കപ്പെടുകയില്ല. കബായർ ലാ യുകഫിറുഹ ഇല്ല തൗബത്തു സഹ, സഹയ തൗബയല്ലാതെ അതിനെ പൊറുക്കപ്പെടുകയില്ല. തൗബത്തു സഹയ എന്ന് പറഞ്ഞാൽ വല്ല ഹജ്ജുൽ മബ്റൂറു
ഔ അഫുലായി തോബത്ത് സ്വഹ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മബ്റൂറ ഹജ്ജ് ചെയ്യുക, അതാണ് തോബത്ത് നസ്വഹയിലേക്ക് എത്തുക. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് അഫു കൊടുക്കുക. അതൊക്കെയാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലായത്. അതുപോലെ തന്നെ ഹുക്കൂക്ക് ഈ ആദമിയുടെ ഹക്ക്, മനുഷ്യൻ്റെ ഹുക്കൂക്കളിൽ നിന്ന് ഒഴിവായിരിക്കണം. അതൊന്നും ഇതുകൊണ്ട് വെറുക്കപ്പെടില്ല. മുത്തവഖിഫ് ഹുക്കൂക്കുൽ ആദമി അത് മുത്തവഖിഫാണ്. അതിന് പിന്നെ അതിന് ചേർത്തപ്പെടുന്നു അലാരി അള്ളാഹു, അവൻ്റെ തൃപ്തിയുടെ മേലാണ്. അങ്ങനെ ഫൈദാലം നെക്കുല്ലഹു സഹൈർ, അപ്പോൾ ഒരാൾ ചോദിക്കണം ഒരു ചെറുദോഷമല്ല അത്രക്കും മുത്തക്കിയാണ് ആരിഫാണ് ആലിബാണ്, അങ്ങനെയാണെങ്കിലോ സീദഫി ഹസനാത്ത് ഓന ഹസനാത്തിൽ കൂടുതൽ കിട്ടും, ഓൻ്റെ അതിൽ ഇസ്തിസാറുണ്ടാവും, ഓൻ്റെ പിന്നെ മർത്തബൾ ഉയർന്നു വരും. വയത്താക്കത് സോമു സമാനിയ 8 എന്നുള്ള നോമ്പ് ശക്തിയാണ്. അത് ഹാജിക്കും ഹാജി അല്ലാത്തവർക്കൊക്കെ ചെയ്യാം 8 അന്നേ. ലിൽ ഖബർ സ്വഹീഹി സഹിഹ ഹദീസ് ഉണ്ട്, അത് ശക്തിയായ സുന്നത്തുണ്ട്. ഖബലഹു ഈ 9 മുമ്പുള്ള 8 അതിന് അത് സുന്നത്തുണ്ട്, അപ്പോൾ ശക്തിയായ സുന്നത്തുണ്ട്. അറഫിൻ്റെ മുമ്പുള്ള അത് സുന്നത്തുണ്ട്. ലിൽ ഖബർ സ്വഹീഹി ഫിഹ അൽ മുഖ്തദി, അത് തേടുന്നു അൽ മുഖ്തദിൽ അഫ്ളലിയത്ത, അതെ സഹിഹായ ഹദീസ് അതിൻ്റെ ശ്രേഷ്ഠതയിൽ വന്നിട്ടുണ്ട്. അതായത് അന്ന യൗമു അറഫ അഫ്ളുൽ അയ്യാമി, ആ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് യൗമു അറഫയാണ്. അസ്വാദിഖ് ബി കുല്ലി യൗമിൻ, അത് ഓരോ ദിവസത്തിനെ സംബന്ധിച്ചും അത് പറയാൻ പറ്റും. റമദാനുള്ള എല്ലാ ദിവസത്തിനെ പറ്റും പറയാൻ പറ്റും. പക്ഷേ ലാമിൻ ജമിയ റമദാൻ ജമിയനെക്കുള്ള നോക്കിയിട്ടല്ല, റമദാനിൻ്റെ പ്രത്യേകതയുള്ള ആ ദിവസങ്ങളെ നോക്കിയിട്ട്. അതുപോലെ തന്നെ റമദാനിൻ്റെ 10 നോക്കിയിട്ടുമല്ല, അവസാനത്തെ 10 നോക്കിയിട്ടുമല്ല. പക്ഷേ അവസാനത്തെ 10 ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായതാണ് ദുൽഹജ്ജ് 10-നെക്കാട്ടിലും, അങ്ങനെയാണ്. എന്നാലും ആ ശ്രേഷ്ഠതയുടെ ഒരു ഭാഗം എവിടെയും കിട്ടും, ഇതിനും കിട്ടും എന്നർത്ഥം. അപ്പോൾ അൽ മുക്തദിയ തേടുന്ന ലഫ്ലലിയത്തെ അഷ്റുഹ, അതിൻ്റെ ദുൽഹജ്ജിൻ്റെ അഷറിൻ്റെ അഫ്ലലിയത്ത് തേടുന്നു അല അഷരി റമദാൻ അൽ അഖിറ, റമദാൻ അവസാനത്തെ 10-നോടുള്ള ഒരു ശ്രേഷ്ഠതയെ അത് വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പറച്ചിലുണ്ട്. റമദാനിൻ്റെ അവസാനത്തെ 10 ഇതും കൂടി നോക്കിയാൽ ഒരു ശ്രേഷ്ഠത ഉണ്ട് എന്ന് പറയും. പക്ഷെ അത് ഗൈർ സഹീഹാണ്. പക്ഷെ എന്നാലും ആ ശ്രേഷ്ഠതയോട് തുല്യമാകുന്നൊരു ശ്രേഷ്ഠത നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിനമാണ് ആ ദിവസം. അതുകൊണ്ടാണ് ആ ദിവസത്തെ പരിഗണിച്ചുകൊണ്ട്, അതിൻ്റെ പരിഗണന മാനിച്ചുകൊണ്ട് അതിൻ്റെ മുമ്പുള്ള ദിവസം നോക്കുക എന്ന് പറഞ്ഞത്. അത് ആർക്കും കിട്ടും, ഹാജിക്കും ഗൈർ ഹാജിക്കും കിട്ടും. വയോമ ആഷുറാവിൻ്റെ ദിവസം നോമ്പ് സുന്നത്താണ്. ബഹു ആഷുറു മുഹറം 10 അല്ലെങ്കിൽ കഫറുസ്സനത്തിൽ മാതിരി കഴിഞ്ഞൊരു വർഷത്തെ നോമ്പ് ദോഷത്തെ പൊറുക്കപ്പെടും. മുമ്പ് പറഞ്ഞ മുക്കഫറിനെ ഇവിടെ ഉദ്ദേശം. താസ്വാവുമാണ്, വഹു താസ്യാണ്. ഇതിൽ ഖബരി മുസ്ലിം ലൈം ബക്കീത്തു ല ഖാബില അസുമന്ന താസ്യ, ഞാൻ അടുത്ത വർഷം ശേഷിപ്പിക്കുന്നു എങ്കിൽ ഞാൻ മുമ്പിൽ നോക്കുമെന്ന് പറഞ്ഞ ഹദീസാണ്. പക്ഷേ ഹമാത്ത ഖബർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുമ്പ് വഫാത്തായി. വൽ ഹക്മത്തു, ഇതിൻ്റെ ഈ നോമ്പ് അനുഷ്ഠിക്കേണ്ട തന്ത്രം മുഖാലിഫത്തുൽ യഹൂദികളോട് എതിരാകുക എന്നാണ്. വമിൻ സമ്മ സുന്ന ലിമല്ലം യസുംഹു, ആ ദിവസം നോമ്പ് 10 നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്ത ഒരാൾക്ക് സുന്നത്താണ് സോമുൽ ഹാദി അഷർ, 11 നോക്കാം. ബൽ അന്നല്ല വൈൻ സാമഹു, അവൻ നോറ്റിട്ടുണ്ടെങ്കിലും 11 നോക്കാം, അത് 10 പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഖബരിൻ ഫീഹി, അതിൽ ഹദീസ് ഉണ്ട്. വഫിൽ ഉമ്മെന്ന കിതാബിലുണ്ട് ലാ ബൗസ, കറാഹത്തില്ല. അൻ യുഫ്രിദഹു, ആ ആഷുറാവിനെ മാത്രം എടുക്കുക എന്നുള്ളത് കറാഹത്തൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. വമ്മ അഹാദീസുൽ ഇക്തിഹാലി വൽ ഗുസ്ലി, കുളി അതുപോലെ തന്നെ സുർമ ഇടുക, സുഗന്ധം പൂഷഫി യൗമി ആഷുറ ദിവസത്തിൽ, ഇങ്ങനെ വന്ന ഹദീസുകളാണ് ഫമിൻ വദഇൽ കദ്ദാബിൻ, അതൊക്കെ കളവന്മാരുണ്ടാക്കിയെടുത്ത ഹദീസുകളാണ്. അതിലൊന്നും പോയി കൊണ്ട് പേടുക, അതൊന്നും ഉള്ളതല്ല. പിന്നെ അതുപോലെ തന്നെ നിസ്കാരത്തിനെ കുറിച്ച് പലരും നമ്മൾ പിന്നെ വാട്സപ്പിൽ ചോദിക്കണം, അന്നത്തെ എങ്ങനെ ഒരു റക്അത്തിൽ ഈ സൂറത്ത് ഓതണ്ട ആ സൂറത്ത് ഓതണ്ട, അങ്ങനെയുള്ള നിസ്കാരമൊന്നും അതിലില്ല. അതുപോലെ തന്നെ ചിലവഴിക്കൽ, അതുപോലെ തന്നെ മൈലാഞ്ചിടൽ, എണ്ണ പൂശൽ,
അതുപോലെ തന്നെ ഹബ്ബുകളൊക്കെ വെക്കുക, അങ്ങനെയൊക്കെ ഓരോ കാട്ടിക്കൂട്ടലുണ്ട്. അതൊക്കെ അതിൽപ്പെട്ടാണ് വൈരുതാലിക്കം. അങ്ങനെ മറ്റു ഓരോ നാടുകളിലും ഓരോരോ കുഗ്രാമങ്ങളിലും മലപ്രദേശങ്ങളിലൊക്കെ ഓരോരോ പ്രത്യേകതകൾ ആ ദിവസത്തിൽ കാട്ടിക്കൂട്ടുന്നുണ്ടാവും. അതൊക്കെ ആണ്, അതൊക്കെ കദ്ദാബികൾ ഉണ്ടാക്കിയതാണ്. അതിനൊന്നും അസലും വസലും ഇല്ലാത്തതാണ്. അതൊക്കെ കിതാബ് പറഞ്ഞു തന്നെ എങ്ങനെയാണ്, മൗലൂവും മുഫ്തനും, കച്ച കെട്ടുണ്ടാക്കിയ മൗലൂആയ ഹദീസുകളാണ് അത്. പിന്നെ സോമി സത്യത്തി അയ്യാമി ഷവ്വാല, ഷവ്വാൽ എന്നുള്ള 6 ദിവസം നോമനുഷ്ഠിക്കുക. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽ, അത് ആ ഷവ്വാലിൽ ഏതെങ്കിലും ഒരു ദിവസം നോറ്റാലും അതിൻ്റെ പ്രതിഫലം കിട്ടും. പക്ഷേ ഏറ്റവും നല്ലത് ഏതാണ്? തുടർത്തി നോൽക്കലാണ്. ഇനി അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഒന്ന് നോക്കുക, ഷവ്വാൽ 2-ന് ഒന്ന് നോക്കുക. പിന്നെ ബാക്കിയുള്ളതിൽ കുറച്ച് വ്യത്യാസം വരുത്തിയാലും കുഴപ്പമില്ല, അങ്ങനെയും ചെയ്യാം. ഏറ്റവും നല്ലത് കൂട്ടി ഒരു ചോദിക്കലാണ്. ഷവ്വാൽ ഖബരി സ്വഹീഹ് അന്ന സൗമുഹ സൗമി റമദാൻ, റമദാൻ്റെ സൗമോട് കൂടെ ആ നോമ്പ് കസുയാമി ദുഹ്ർ, ഒരു വർഷത്തെ നോമ്പ് പോലെയാണ്. നേരത്തെ പറഞ്ഞ അഭിപ്രായം അവിടെ കൂട്ടി വായിക്കാം. ഒത്തിസ്വാലുഹ യോമുൽ ഈദ് അഫ്ദൽ, അതാ പറഞ്ഞില്ലേ, അതിനെ പെരുന്നാളിൻ്റെ ദിനത്തോട് ചേർത്തി നോക്കുക എന്നുള്ളത് അഫ്ദലാണ്. മുബാദിറത്തിൽ ഇബാദത്തിലേക്ക് ഉളരുക എന്നുള്ള ഹൈസിയത്ത് വെച്ചിട്ട്. വയ്യാമുൽ ലയാലുൽ ബീദ്, വെളുത്ത ബാവ് ദിവസങ്ങളിലെ നോമ്പ് സുന്നത്താണ്. വഹിയ സാലിസു അഷറ, 13 അവിടെയും 12-നും കൂടി നോക്കുക എന്നുള്ളൊരു പ്രത്യേകത എടുക്കാം. കാരണം 13-ൻ്റെ ആ ഉറപ്പ് വരുത്താനും വേണ്ടിയിട്ട്. ഇപ്പോൾ താലിയാഹു, അതിൻ്റെ അടുത്ത 14, 15 ലിസഹത്തിൽ അംരി ബിസോമി, ആ ദിവസം നോമ്പനുഷ്ഠിക്കൽ കൊണ്ടുള്ള കൽപ്പനയുടെ ഹദീസിൻ്റെ സഹീഹിന് വേണ്ടിയിട്ട്. ലാൻ്റെ സോമ സലാസ ക സോമി ഷഹറി, ഒരു മാസത്തെ നോമ്പ് പോലെയാണ് ആ 3 നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഹസനത്ത് ബി അഷ്രി അംസാരിയ, കാരണം ഒരു ഹസനത്ത് 10 ഇരട്ടിയാണത് പ്രതിഫലം കിട്ടുക. വമിൻ സമ യഹസുലു സുന്നത്തു ബി സലാസത്ത് കൈരിയ, അതുകൊണ്ട് ആ സുന്നത്ത് മറ്റ് 3 ദിവസത്തിനും അത് കിട്ടും. ആ അയ്യാമുൽ ബീദ് അല്ലാത്ത 3 ദിവസം അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് കിട്ടുമെന്നുണ്ട്, ഒരു മാസത്തിൽ 3 നോമ്പ് എന്നുള്ള നിലയ്ക്ക്. വൽഹാസിൽ പറഞ്ഞാൽ സുബിക്കിമാമിൻ്റെ അഭിപ്രായമായിരുന്നു വന്നത്, യുസന്നു യസൂമ സലാസമി കുല്ലി ഷെഹറിൻ, ഓരോ മാസത്തിലും 3 നോമ്പ് നോറ്റാൽ തന്നെ ഈ കൂലിയും കൂടി കിട്ടും എന്ന് മനസ്സിലാക്കാം. അത് അയ്യാമുൽ ബീദ് ആയിരിക്കുക എന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ പ്രത്യേകതയിലേക്ക് എത്തി എന്നതാണ്. ലാക്കിന്നഹ, എങ്കിലും ഈ അയ്യാമുൽ ബീദ് അഫ്ദൽ, അതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. വയബുദുരു അൽ ഔജി, പ്രബലമായ അഭിപ്രായപ്രകാരം അതിനോടുക്കിടയിൽ ഓടും, അതിന് പകരമായി നിൽക്കും. സാലിസു അഷറ ദുൽഹജ്ജയിൽ നിന്നുള്ള 13-ൻ്റെ അന്നത്തെ നോമ്പ്. ബിസാദിസ് അഷറ, 16-ന് ആ 16-ന് നോറ്റാൽ ആ 13-ൻ്റെ പ്രത്യേകത കിട്ടും. യോമിൻ ബാദ, ശേഷമുള്ള നോമ്പിനൊക്കെ 16, 17, 18 അങ്ങനെ നോറ്റാൽ മതി. വക്കാലൽ ജലാലുൽ ബുൽഖൈനി, ഈ ഔജുഹായ അഭിപ്രായത്തിൻ്റെ മുഖാബിലയായൊരു അഭിപ്രായം ജലാലുൽ ബുൽഖൈനി എന്നിവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ലഈഫാണ്. അത് പകരമാവൂല, കിടയിൽ ഓടൂല. ബൽ യസ്കുത്തു, അത് ഒഴിവാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലഈഫായ അഭിപ്രായമാണ്, എന്നാലും അഭിപ്രായം വേണ്ടത് നമ്മൾ പറയണല്ലോ. ഉൽസന്നു സോമു അയ്യാമു സൂദ്, കറുത്ത ബാവ് ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താണ്. വഹിയ സാമിന് വല്യ ഷുറൂന വത്താലിയാഹു, 28, 29, 30 സോമുൽ ലിസനൈനി വൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമുള്ള നോമ്പാണ്. അതിൽ ഖബരി സഹി ഹസനായ ഹദീസുണ്ട്. അതിൻ്റെയൊക്കെ ഹദീസിൻ്റെ ഇസ്തിലാഹിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ കാന യതഹറ, റസൂൽ സൂക്ഷ്മത പാലിച്ചിരുന്നു സോമഹും, ആ 2 നോമ്പിനെയും. വക്കാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, തുഅറദു ഫീഹിമ, ആ 2 ദിവസത്തിൽ വെളിവാക്കപ്പെടും അൽ അഅ്മാലു, അമലുകളെല്ലാം വെളിവാക്കപ്പെടും. ഫഉഹിബ്ബു അൻ യുറദ അമലി വഅന സായിമിൻ, എൻ്റെ അമലിനെ വെളിവാക്കപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ നോമ്പുകാരനായ സ്ഥിതി. ആ നോമ്പിനാണ് മുത്തലബിസ എന്തില്ല ഹക്കീക്കത്തൻ. അറല് വെളിവാക്കുക എന്നുള്ളത് ഖുറൂബിൻ്റെ മുമ്പാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് നോമ്പുമ്മ തന്നെ പ്രത്യേകത ആക്കിയത്. അതിൻ്റെ അർത്ഥം മലായിക്കത്തിൻ്റെ മേൽ അതിനെ വെളിവാക്കപ്പെടും. അതുകൊണ്ട് അവരുടെ പ്രത്യേകത എടുത്തിട്ട് എന്താവും, സ്വാഗതവും അവർക്ക് അഭിമാനം ഒക്കെ കൊള്ളുന്ന ആഹ്ലാദങ്ങളൊക്കെ അവരുടെ മേൽ അറിയിക്കും. അപ്പോൾ അറള് മലായിക്കത്തിൻ്റെ ലൈലിലാണ്, നഹാറിലും ഉണ്ട് എന്നാണ്. അതും അസറിൻ്റെ അടുക്കൽ, ലൈലും നഹാറിലും കിട്ടുമെന്ന് അഭിപ്രായമുണ്ട്. പക്ഷേ അസറിൻ്റെ സമയത്താണ് അത് കിട്ടുക എന്നാണ്, അല്ലാതെ മറ്റുള്ള ആമ്പലുകളെ പോലെ തന്നെ. വൽ മുറാദ് അർളുഹ അലല്ലാഹി തആല, അല്ലാഹു തആലേൻ്റെ മേൽ വെളിവാക്കപ്പെടുന്നു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. മുജ്മലായിട്ട് ഒരാഴ്ചയുടെ പരിഗണന എന്നുള്ള നിലക്ക് അങ്ങനെയാണ് എടുത്തിക്കപ്പെടുക. അമ്മ റഫുൽ മലായിക്കത്ത് ലഹ, അപ്പം മലക്കുകൾ അതുകൊണ്ട് ഉയരുക എന്നുള്ളത്
ഫഇന്നഹു മറത്തുൻ ബില്ലൈൽ, രാത്രി ഒരു പ്രാവശ്യമാണ്, മറത്തുൻ ബിൻ നഹാറാണ്. അപ്പോൾ റഫുഹ ഫി ഷഅബാൻ, ഷഅബാനിൽ അതിനെ ഉയർത്തുന്നതാകുന്നത് മഹ്മൂലു അല റഫി അമാലിൽ ആം, ഒരു വർഷത്തെ അമലുകൾ ഉയർത്തപ്പെടുക എന്നുള്ളതിന് മേലാണ്. മുജുമലത്തൻ, അത് ടോട്ടലായിട്ട് ഒരു വർഷം മൊത്തത്തിൽ അവിടെ ഉയർത്തപ്പെടും. അന്നെന്നുള്ളത് ഈ പിന്നെ വൈകിട്ടും അതുപോലെ തന്നെ അസ്തമയത്തിന് ശേഷവും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസവുമുണ്ട്. അപ്പോൾ സോമുൽ ലുസ്നൈനി അഫ്ളലു മിൻ സോമിൽ ഖമീസാണ്. ഇതിൽ ഖുസൂസിയാത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ദക്കറുഹ, അത് നമ്മൾ പറഞ്ഞിരിക്കുന്നു, ഫി ഹി സോമിൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. വഅദ്ദുൽ ഹലീമിയു എഴുത്തിയാദ് സോമുഹുമ മക്റൂഹൻ ഷാദൻ, ആര് ഹലീമി എന്ന് പറഞ്ഞ ആളൊരു പിന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ട് എണ്ണിയിട്ടുണ്ട്. ആ എണ്ണലാകുന്നത് മക്റൂഹാണെന്ന് പറഞ്ഞത് ഷാദുൻ, അത് നിയമവിരുദ്ധമായതാണ്. അതും ഇടയ്ക്ക് കാര്യമായ വലിയ തലീക്കെട്ടും കൊങ്കയും വാലും വിവാദത്തും തസ്ബീഹും ഒക്കെ ഉള്ള മൗലമാരുണ്ടാവും. ഏതെങ്കിലും ഒരു വിഷയത്തിലൊക്കെ ഒരു ഷാദ് വരും, അത് വരണമല്ലോ, അപ്പോഴല്ലേ മനുഷ്യനാവുള്ളൂ, അപ്പോഴല്ലേ കമാലിയത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു അഭിപ്രായമാണ്, വലിയ ആലിമികളാണ്, പ്രസിഡന്റ് സ്ഥാനത്തോ മറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വരും. ചെറിയ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കുമ്പോഴും മറ്റൊക്കെ ചെറിയ പിഴ വെക്കുന്നു, അതിൻ്റെ പേരിൽ എന്താക്കേണ്ട, വലിയ കൂടി പിടിച്ചിട്ട് എന്താക്കേണ്ട, തെറ്റിയാലോ കുഴപ്പമായാലോ എന്ന് പറയേണ്ട, അത് വരണം. അതാണ് ഹലീം ഇമാമിൻ്റെ ഈ അഭിപ്രായത്തിൽ. അങ്ങനെ ഫത്തുൽമിന് ഓതുമ്പോൾ അതും കൂടി പഠിക്കാനുണ്ട്. അതാണ് വഅദ്ദുൽ ഹലീമി എഴുത്തിയാദ സൗമുഹുമ, രണ്ട് നോമ്പിനെ പതിവാക്കലാകുന്നത് മക്റുഹാണെന്ന് പറഞ്ഞ് ഷാദാണ്. ഇനി ഈ മക്റുഹു എന്നുള്ളത് പിന്നെ ഷാദാണെന്നുള്ളതിൻ്റെ അർത്ഥം തീരാതെ ആരെങ്കിലും വാദം പറയും. അപ്പോൾ പിന്നെ മനുഷ്യന്മാർ മനസ്സിലാക്കുക എന്താണ്, മക്റുഹാണ്, അപ്പോൾ തുടർച്ചയായിട്ട് കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ ഈയുടെ അടുത്ത വാട്സപ്പിൽ ഒരു സംശയം അങ്ങനെ ചോദിച്ചിരുന്നു, അത് എവിടെയോ ഒരു വായത് കേട്ടതാണ്. അപ്പോൾ ആ വായതിൻ്റെ കൂട്ടത്തിൽ ഇതും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വായത് പറയുമ്പോഴും ശ്രദ്ധിക്കുക, നോക്കിയിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ടുള്ള മസ്സലുകൾ മാത്രം പറയാം, അല്ലാത്ത മസ്സലുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അതാണ് പറയാതിരുന്നാൽ മതിയല്ലോ. സ്ഥാനമൊന്നും കുറയില്ല, കേസിൽ പൈസയും കിട്ടും, ഇനി കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് മേടിക്കുകയും ചെയ്യാമല്ലോ. ഇൻഷാല്ലാ പോട്ടെ. ഫർവൻ വേറെ വിഷയവുമായിട്ട് ബന്ധപ്പെടുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ ബാബ് അവസാനിക്കാൻ പോവുകയാണ്. അള്ളാഹു നമ്മൾ പഠിക്കുന്നതും ദർസും കാര്യങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്. ഹജ്ജിൻ്റെ വിശദ വിവരണങ്ങളും അതിൻ്റെ രൂപങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്.